ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺഅക്കാദമിയിൽ കേരള PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തു വരികയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസുകൾ എടുക്കുന്നത് സുധീഷ് രാഘവൻ എന്ന പ്രൊഫൈൽ നെയിമിലാണ്. ഇനിയും എന്നെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ കോഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻറോൾ ചെയ്യുക, റേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. കൂടുതൽ കൂട്ടുകാരുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും PSC 360യിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2016 നടത്തിയ സെയിൽസ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയുടെ സയൻസ് ചോദ്യങ്ങളാണ്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളും ഇതിലുണ്ടായിരുന്നു. നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ദ ഷേപ്പ് ഓഫ് ആക്സിലറേഷൻ വേഴ്സസ് മാസ് ഗ്രാഫ് ഫോർ കോൺസ്റ്റന്റ് ഫോഴ്സ് ഈസ്. ഓപ്ഷൻസ്: പാരാബോള, ഹൈപ്പർബോള, സ്ട്രെയിറ്റ് ലൈൻ, എലിപ്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹൈപ്പർബോള. ആക്സിലറേഷൻ വേഴ്സസ് മാസ് ഗ്രാഫ്. ആക്സിലറേഷൻ വേഴ്സസ് മാസ് ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. ആക്സിലറേഷൻ മാസ് തമ്മിലുള്ള ഗ്രാഫ് ഏത് ആകൃതിയിലാണെന്നാണ് ചോദ്യം. അത് കോൺസ്റ്റന്റ് ഫോഴ്സ് എന്ന കേസും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഹൈപ്പർബോള ആകൃതിയിലായിരിക്കും. ആക്സിലറേഷൻ വേഴ്സസ് മാസ് ഗ്രാഫ് ഹൈപ്പർബോള ആകൃതിയിലാണ് വരുന്നത്. അതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ്. അങ്ങനെയും ചോദ്യം വരാറുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ് ലഭിക്കുന്നതെന്ന്. അത് ആക്സിലറേഷൻ ആണ് ലഭിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പായിട്ട് ലഭിക്കുന്നത് ആക്സിലറേഷൻ ആണ്. ഷേപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു മോഷനിലെ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പാരാബോളിക് ആയിരിക്കും. പാരാബോളിക് ആയിട്ടുള്ള ഒരു ഗ്രാഫായിരിക്കും പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും ലഭിക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള ആക്സിലറേഷൻ വേഴ്സസ് മാസ് ഗ്രാഫിൽ വരുന്നത് ഹൈപ്പർബോള. അടുത്ത ചോദ്യം, ദ ടാങ്ക് അപ്പിയേഴ്സ് ഷാലോ ദാൻ ഇറ്റ്സ് ആക്ച്വൽ ഡെപ്ത് ഡ്യൂ ടു. ഓപ്ഷൻസ്: റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്. നമുക്കറിയാം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. അപവർത്തനം എന്ന പ്രതിഭാസം മൂലമാണ് വാട്ടർ ടാങ്കിൽ, വെള്ളം നിറഞ്ഞ ടാങ്കിൽ നോക്കുമ്പോൾ ആഴം കുറവാണെന്ന് തോന്നിക്കുന്നത്. ഇത് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. കുളത്തിലേക്ക് നോക്കുമ്പോൾ അത് ആഴക്കുറവാണെന്ന് തോന്നാൻ കാരണം ഏത് പ്രതിഭാസമാണെന്ന്. അത് ഏതാണ് പ്രതിഭാസം? അത് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനമാണ്. വ്യത്യസ്ത സാന്ദ്രതകളിലുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് വ്യത്യാസം വരും. അതുപോലെ പ്രകാശത്തിന്റെ ദിശയ്ക്കും ഒരു വ്യതിയാനം സംഭവിക്കും. ഈ പ്രതിഭാസത്തിനെയാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത്. നമുക്കറിയാം അപവർത്തനം. ഇത് മറ്റു രീതികളിലും എക്സാമ്പിൾസ് ചോദ്യം വരാറുള്ള ഒരു പ്രതിഭാസമാണിത്. ഒരു ഗ്ലാസ് നിറയെ ജലം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്കെയിലോ പെൻസിലോ താഴ്ത്തി വെച്ചാൽ അത് ഒടിഞ്ഞതുപോലെ അനുഭവപ്പെടുന്നു. അതായത് ഒരു ഗ്ലാസ് നിറയെ ജലം എടുത്തിട്ട് അതിൽ ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു പെൻസിലോ സ്കെയിലോ കമ്പോ അത് താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞതുപോലെ ഒരു ഷേപ്പ് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അത് അപവർത്തനം അഥവാ റിഫ്രാക്ഷനാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. ഇനി ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണം ഏത് പ്രതിഭാസമാണെന്ന് ചോദ്യം വരാറുണ്ട്. അതും അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ്. ഇനി ഒരു ഗ്ലാസ് നിറയെ ജലം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തട്ട് നമുക്ക് മുകളിൽ കാണാം, അല്ലെങ്കിൽ അടിത്തട്ടിൽ വെച്ചിട്ടുള്ളൊരു നാണയം നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും. അതും അപവർത്തനം മൂലമാണ്. ഉദാഹരണങ്ങളെല്ലാം ഉദാഹരണ സഹിതം ഓർത്തു വയ്ക്കുക. കാരണം PSC പരീക്ഷകളിൽ ഓരോ പ്രതിഭാസങ്ങളുടെയും ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് ചോദ്യം വരാറ്. ഉദാഹരണ സഹിതമാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഇനി റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം തട്ടി തിരിച്ചു പോകുന്ന പ്രതിഭാസമാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ പതിക്കുന്ന ഈ കോണളവും പ്രതിഫലനം സംഭവിക്കുന്ന കോണളവും തുല്യമായിരിക്കും. പതനകോണും പ്രതിഫലന കോണും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം മാത്രം
ഇനി ഡിഫ്രാക്ഷൻ എന്നത് എന്താണെന്ന് നോക്കാം. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് when light passes through a very small object, it spread out into the geometrical shadow of the obstacle. The process is called diffraction. അതായത് ഒരു അതാര്യമായിട്ടുള്ളൊരു വസ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒപ്പേക്ക് ആയിട്ടുള്ളത്, അതായത് പ്രകാശത്തിന് തീരെ കടത്തിവിടാത്ത വസ്തുക്കളാണ് നമ്മൾ അതാര്യമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത്. ഈ അതാര്യമായിട്ടുള്ള വസ്തുവിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ, ഇവിടെ ഒരു പ്രകാശത്തിന്റെ സ്രോതസ് ഉണ്ടെന്ന് വിചാരിക്കുക. പ്രകാശം പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിഴലുകൾ ഉണ്ടാകും. അതാര്യമായ വസ്തുവിൽ പ്രകാശം പതിക്കുമ്പോൾ ഉണ്ടാകും നിഴലുകൾ. കാരണം തീരെ പ്രകാശം കടത്തിവിടുന്നില്ല, അത് ഷാഡോ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ പതിക്കുന്ന ഈ പ്രകാശം എന്ന് പറയുന്നത് ഈ അതാര്യ വസ്തുവിനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അതാര്യ വസ്തുവിനെ ചെറുതായിട്ടൊന്ന് ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കുന്നുണ്ട്. അതാണ് ഡിഫ്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിഭാസം. ഇവിടെ ഈ നിഴലുകളുടെ അരികുകൾ ക്രമരഹിതമായിട്ടിരിക്കും. അതാണ് സാധാരണ ചോദ്യം വരാറുള്ളത്. ഒരു അതാര്യ വസ്തുവിനെ പ്രകാശം ചുറ്റി സഞ്ചരിക്കുമ്പോൾ നിഴലുകൾ ക്രമരഹിതമാകും. അതാണ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷന്റെ എക്സാമ്പിൾ ഇതാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ചോദ്യം വരാറുള്ളത് കോമ്പാക്റ്റ് ഡിസ്ക് സി.ഡികളിലെ മഴവിൽ നിറത്തിന് കാരണം ഡിഫ്രാക്ഷനാണ്. സൂര്യന് ചുറ്റുമുള്ള വലയങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷനുമാണ്. ഇത്ര കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇന്റർഫറൻസ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണം ഒന്ന് ഓർത്ത് വയ്ക്കുക. അതായത് സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന വർണ്ണങ്ങൾക്ക് കാരണം, സോപ്പ് കുമിളകളിൽ ധാരാളം നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ സോപ്പ് കുമിളകളിൽ കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇന്റർഫറൻസ് ആണ്. അതുപോലെ ജലത്തിന് മുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഓയിൽ പാളികളായിട്ട് വ്യാപിച്ചു കിടക്കും. അത് ഇതുപോലെ തന്നെ മഴവിൽ നിറങ്ങൾ, നല്ല കളർഫുള്ളായിട്ടുള്ള വർണ്ണങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അത് രണ്ടും ഇന്റർഫറൻസ് എന്ന പ്രതിഭാസത്തിന് ഉദാഹരണങ്ങളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ചോദ്യം വരാറുണ്ട്. അടുത്ത ചോദ്യം, ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ദ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഓപ്ഷൻസ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്, നൺ ഓഫ് ദീസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇലക്ട്രോൺസ് ആണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ളത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ഹൂസ് കണ്ടക്ടിവിറ്റി ഫോൾസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിനും കണ്ടക്ടറിനും ഇടയിലാണ് കണ്ടക്ടിവിറ്റി വരുന്നതെങ്കിൽ അതിനെ അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. ഈ സെമി കണ്ടക്ടേഴ്സ് പ്യുവർ സ്റ്റേറ്റ് ഉള്ളതിന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടേഴ്സ് ഇൻ ദെയർ പ്യുവർ സ്റ്റേറ്റ് ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇനി ഇതിലേക്ക് കുറച്ച് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോപ്പിംഗ് എന്ന പ്രോസസ്സാണ്. ഇങ്ങനെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുത്തുന്ന കണ്ടക്ടേഴ്സിന് പറയുന്നതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഡോപ്പിംഗ് എന്ന പ്രോസസ്സ് വഴി അതിൻ്റെ കണ്ടക്ടിവിറ്റിയിലുള്ള വരുത്തുന്ന മാറ്റം വരുത്തിയിട്ടുണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സിന് പറയുന്നതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് രണ്ട് തരത്തിലുണ്ട്, എൻ ടൈപ്പും പി ടൈപ്പും. എൻ ടൈപ്പ്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇതിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ പ്രധാനമായിട്ടും മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്, എൻ ടൈപ്പ്. ഹോൾസ് വരുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലാണ്. പി ടൈപ്പിൽ ഹോൾസ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ എ ഗിവൺ സാമ്പിൾ ദർ ആർ 10,000 റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഓഫ് ഹാഫ് ലൈഫ് പീരീഡ് 1 month. The number of atoms remaining without disintegration at the end of 3 months is options nil, 5,000, 2,500, 1,250. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 1,250. ഇതെങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഒരു സാമ്പിളിൽ 10,000 റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഉണ്ട്. അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് അർദ്ധായുസ്, അതാണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്, 1 മാസമാണ്. അർദ്ധായുസ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ആ അളവിൻ്റെ പകുതി ആവാനായിട്ട് എടുക്കുന്ന സമയം, കാലയളവിനെയാണ് അർദ്ധായുസ് അഥവാ
ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 1 മാസമാണ് ഇതിൻ്റെ അർദ്ധായുസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ആവാനായിട്ട് 1 മാസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ആകെ എത്ര അവശേഷിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. 10,000 റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഉണ്ട്. 1 മാസത്തിന് ശേഷം എത്ര അവശേഷിക്കും? 5,000 അവശേഷിക്കും. കാരണം 1 മാസം കൊണ്ട് 10,000ൻ്റെ പകുതി 5,000 ആകും. ഇനി അടുത്ത 2ാമത്തെ മാസം എന്ത് സംഭവിക്കും? 5,000ൻ്റെ നേർ പകുതിയാകും, അത് 2,500. മൂന്നാമത്തെ മാസം അത് 2,500ൻ്റെ പകുതി 1,250. അത്ര ആറ്റംസ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഒന്നുകൂടി പറയാം. ഹാഫ് ലൈഫ് പീരീഡ് അഥവാ അർദ്ധായുസ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് അതിൻ്റെ അളവിൻ്റെ പകുതി ആവാനായിട്ട് എടുക്കുന്ന സമയമാണ്. ഇവിടെ 1 മാസം എന്നാണ് തന്നിട്ടുള്ളത്. അർദ്ധായുസ് 1 മാസം എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 മാസം കൊണ്ട് തന്നിട്ടുള്ളതിൻ്റെ നേർ പകുതിയാകും. അതെത്രയാണ്? 5,000. 2ാമത്തെ മാസം ഈ 5,000ൻ്റെ നേർ പകുതി 2,500 ആകും. മൂന്നാമത്തെ മാസം 2,500ൻ്റെ നേർ പകുതി 1,250 ആകും. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം, 1,250. അടുത്ത ചോദ്യം. എ കോൺവെക്സ് ലെൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ. ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. ഓപ്ഷൻസ് ഇൻക്രീസസ്, ഡിക്രീസസ്, റിമെയിൻസ് ദ സെയിം, ഡബിൾഡ്. ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, ഇൻക്രീസസ്. കോൺവെക്സ് ലെൻസ് ജലത്തിൽ കോൺവെക്സ് ലെൻസ് നമുക്കറിയാം. കോൺവെക്സ് ലെൻസിൻ്റെ ആകൃതി എങ്ങനെയാണെന്ന്. മിഡിൽ പോർഷൻ ബൾജ് ചെയ്തിരിക്കും, അതിൻ്റെ അരികുകൾ നാരോ ആയിരിക്കും. അതായത് മധ്യഭാഗം കട്ടി കൂടിയതും അരികുകൾ കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ലെൻസാണ് എന്ത്? കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ കോൺവെക്സ് ലെൻസ് ജലത്തിൽ ഇറക്കി വെച്ചുകയാണ്. കോൺവെക്സ് ലെൻസ് ജലത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്നുള്ളത് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഫോക്കൽ ലെങ്ത് കൂടുന്നു. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കാരണം അതിലെ ഇമേജുകൾ ഉണ്ടാക്കുന്നത് റിയൽ ഇമേജ് ആണ്. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? ഒരു ലെൻസിൻ്റെ മധ്യഭാഗത്തു നിന്നും അതിൻ്റെ ഫോക്കസിലേക്കുള്ള ആ ദൂരത്തിനെയാണ് എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഒരു ലെൻസിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും ഫോക്കസിലേക്കുള്ള ആ ലെൻസിൻ്റെ ഫോക്കസിലേക്കുള്ള ഈ ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസിന് പോസിറ്റീവ് ആയിരിക്കും. ഇനി കോൺകേവ് ലെൻസിന് അത് നെഗറ്റീവ് ആയിരിക്കും. എന്താ കാരണം? കോൺകേവ് ലെൻസിൻ്റെ റിയൽ ഇമേജ് ഉണ്ടാകുന്നില്ല, വിർച്വൽ ഇമേജ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ലെൻസിൻ്റെ പവർ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. പവർ ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത്. പവർ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് പവറും കോൺവെക്സ് ലെൻസിന് പോസിറ്റീവ് ആയിരിക്കും, അതുപോലെ പവർ കോൺകേവ് ലെൻസിന് നെഗറ്റീവ് ആയിരിക്കും. ഇനി ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താ? അത് ഡയോപ്റ്റർ ആണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. ഇത്ര കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം. പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് വേർ എനൻഷിയേറ്റഡ് ബൈ. ഓപ്ഷൻസ് മോർഗൻ, മെൻഡൽ, ബേറ്റ്സൺ, പുനെറ്റ്. ശരിയായ ഉത്തരം മെൻഡൽ. ഗ്രിഗർ മെൻഡലാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് വേർ ഇനൻഷിയേറ്റഡ്. അതായത് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആവിഷ്കരിച്ചത് ഗ്രിഗർ മെൻഡലാണ്. അടുത്ത ചോദ്യം. ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം ദാറ്റ് എൻറ്റേഴ്സ് ഹ്യൂമൻ ബോഡി ഈസ്. ഓപ്ഷൻസ് സ്പോറോസോയിറ്റ്, മീറോസോയിറ്റ്സ്, വീണ്ടും സ്പോറോസോയിറ്റ് തന്നെ. അതായത് 2 ഓപ്ഷനും ശരിയാണ്. പിന്നെ മിനൂറ്റാഫോം അങ്ങനെ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 ഓപ്ഷനും ശരി ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. എന്താണ് ഉത്തരം? സ്പോറോസോയിറ്റ്. ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് മലേറിയൽ പാരസൈറ്റ്. മലേറിയ പരത്തുന്ന പാരസൈറ്റ് എന്താണെന്ന് നമുക്കറിയാം. പ്ലാസ്മോഡിയം എന്ന പേരിലുള്ള പ്രോട്ടോസോവയാണ് മലേറിയ പരത്തുന്നത്. അത് മനുഷ്യ ശരീരത്തിൽ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത് സ്പോറോസൈറ്റ് ആണ്. ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ്. ഈ സ്പോറോസൈറ്റ് എന്ന ഘട്ടത്തിലാണ് മനുഷ്യരിൽ മലേറിയ വളരെ ഇൻഫെക്റ്റീവ് ആയിട്ട് വരുന്നത്. പിന്നെ അതിൽ 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതിനുശേഷം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്,
ഇനി ഇതിലെ വെക്ടറായിട്ട് ഇതിനെ ക്യാരി ചെയ്യുന്നത് അനോഫിലസ് കൊതുകുകളാണ്. നമുക്കറിയാം അനോഫിലസ് കൊതുകുകളാണ് മലേറിയ പരത്തുന്ന പ്ലാസ്മോഡിയം എന്ന പേരിലുള്ള ഈ രോഗാണുവിനെ വഹിച്ചുകൊണ്ട് വരുന്നത്. മലേറിയ പരത്തുന്നത് അനോഫിലസ് കൊതുകാണ്. മലേറിയ പരത്തുന്ന പ്ലാസ്മോഡിയം എന്ന ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന അവസ്ഥയിൽ പ്ലാസ്മോഡിയം വിവാക്സ് എന്ന വർഗത്തിൽപ്പെട്ട പ്രോട്ടോസോവയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മൂത്രം ഇരുണ്ട നിറത്തിൽ പുറത്തു പോകുന്നു. അപ്പോൾ അത് വളരെ ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത്. ഇനി മലേറിയ അറിയപ്പെടുന്ന പേരുകൾ: മാർഷി ഡിസീസ്, ചതുപ്പ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് മലേറിയയാണ്. അടുത്ത ചോദ്യം: റെസ്പിറേറ്ററി സെന്റർ ഇൻ ഹ്യൂമൻ ബീയിങ് ഈസ്. ഓപ്ഷൻസ്: സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേട്ട, ഹൈപ്പോതലാമസ്, സെറിബ്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മെഡുല ഒബ്ലോങ്കേട്ട. റെസ്പിറേറ്ററി സെന്റർ മനുഷ്യ ശരീരത്തിലെ റെസ്പിറേഷൻസിനെ അതിനെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിലെ ഏത് ഭാഗമാണെന്നാണ് ചോദ്യം. അത് മെഡുല ഒബ്ലോങ്കേട്ടയാണ്. അനൈച്ഛികമായിട്ടുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേട്ടയാണ്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനം, അതുപോലെ കുടലുകളിലെ പ്രവർത്തനങ്ങൾ, രക്തക്കുഴലുകളുടെ സങ്കോച വികാസങ്ങൾ, ഇങ്ങനെയുള്ള ശ്വസനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിലെ മെഡുല ഒബ്ലോങ്കേട്ടയാണ്. ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് സ്വമേധയാ ഇതിന്റെ നിയന്ത്രണം അത് ഇൻവോളണ്ടറി ആണെന്ന് പറയും, അനൈച്ഛികമാണ്. ഇനി ഐച്ഛികമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, വോളണ്ടറി ആണെന്നുണ്ടെങ്കിൽ അത് സെറിബ്രമാണ്. സെറിബ്രം എന്ന് പറയുന്നത് സെൻസറി ഓർഗാൻസ്, അതായത് പഞ്ചേന്ദ്രിയങ്ങളിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും സെറിബ്രമാണ്. ഇനി സെറിബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. സെറിബ്രത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഈ സെറിബെല്ലം മനുഷ്യന്റെ തുലനാവസ്ഥ, ശരീര സന്തുലനത്തിനെ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. അതുപോലെ തന്നെ അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. അതായത് മദ്യപാനികൾ മദ്യം ഉപയോഗിക്കുമ്പോൾ അത് ഏത് മസ്തിഷ്കത്തിന്റെ ഭാഗത്തിനെയാണ് ബാധിക്കുന്നത് ചോദ്യം വരാറുണ്ട്. അത് സെറിബെല്ലത്തിനെയാണ്. അപ്പോൾ ബാലൻസ് തെറ്റി നടക്കുന്നതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ബോഡി ബാലൻസും എന്താണ്? സെറിബെല്ലം തന്നെയാണ്. ഹൈപ്പോതലാമസ് ഒരു ന്യൂറോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മസ്തിഷ്കത്തിൽ ഒരേ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ പേരുകളിലുള്ള 2 ഹോർമോണുകളാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് പ്രസവ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. അതുപോലെ മിൽക്ക് എജക്റ്റിംഗ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഓക്സിറ്റോസിനാണ്. ഇനി വാസോപ്രസിൻ എന്ന് പറയുന്നത് നമ്മുടെ വൃക്കകളിൽ നിന്നും ജലത്തിന്റെ പുനരാകിരണത്തിനെ സഹായിക്കുന്നതാണ്. അതായത് വാട്ടർ ലെവൽ, മനുഷ്യ ശരീരത്തിലെ വാട്ടർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. അത് ADH എന്നും അറിയപ്പെടുന്നുണ്ട്. ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം: ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത്. ഓപ്ഷൻസ്: സോഡിയം ക്ലോറൈഡ്, ഇൻഡോൾ 3, അസറ്റിക് ആസിഡ്, കൈനറ്റിൻ, എഥിലീൻ ഗ്യാസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എഥിലീൻ ഗ്യാസ്. എഥിലീൻ ഗ്യാസ് ആണ് പഴങ്ങൾ കൃത്രിമമായിട്ട് പഴുപ്പിക്കാനായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എഥിലീൻ ഗ്യാസ് എന്ന് പറയുന്നത് പഴങ്ങൾ പഴുക്കാനായിട്ടുള്ള ഒരു ഹോർമോണാണ്. അത് വാതക രൂപത്തിലുള്ള ഹോർമോൺ. സസ്യങ്ങളിലെ വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് എഥിലീൻ ഗ്യാസ് ആണ്. ഇനി മാങ്ങ പോലെയുള്ള പഴങ്ങൾ കൃത്രിമമായിട്ട് പഴുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദ്യം വരാറുണ്ട്. അത് കാൽസ്യം കാർബൈഡ് ആണ്. പഴങ്ങൾ കൃത്രിമമായിട്ട് പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്. അടുത്ത ചോദ്യം: ഇൻ മാമൽസ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ മെറ്റാബോളിസം ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ ഇൻ ദി. ഓപ്ഷൻസ്: കിഡ്നി, ബ്ലഡ്, ലിവർ, സ്പ്ലീൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലിവർ. കരളിൽ വെച്ചാണ് സസ്തനികളിലെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അമോണിയ അത് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെ അവയവം കരളാണ്, അതായത് ലിവറാണ്. ഈ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അമോണിയ ഒരു വിഷവസ്തുവാണ്, ടോക്സിക് ആയിട്ടുള്ളൊരു രാസവസ്തുവാണ് അമോണിയ. ഇത് അമോണിയ എന്ന രൂപത്തിൽ നിലനിൽക്കില്ല. അത് കരളിൽ വെച്ച് തന്നെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് രാസപ്രവർത്തനം നടത്തി അത് യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ
അധികമുള്ള യൂറിയ രക്തത്തിൽ നിന്നും അരിച്ചു മാറ്റുന്നത് കിഡ്നികളാണ്. നമുക്കറിയാം കിഡ്നികളാണ് ശരീരത്തിന്റെ അരിപ്പ എന്നറിയപ്പെടുന്നത് കിഡ്നികളാണ്. ഇതിൽ നെഫ്രോണുകൾ എന്ന പേരിലുള്ള സൂക്ഷ്മങ്ങളായിട്ടുള്ള ധാരാളം ഭാഗങ്ങളുണ്ട്. അതുവഴിയാണ് രക്തത്തിലെ യൂറിയ മാറ്റി അത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നത്. സ്പ്ലീൻ എന്താണെന്ന് നമുക്കറിയാം. പ്ലീഹ എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് ഇൻ ഹ്യൂമൻ ബോഡി എന്നറിയപ്പെടുന്ന സ്പ്ലീനാണ്. ഗ്രേവിയാർഡ് ഓഫ് RBC, അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നതും സ്പ്ലീനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ PSC 360യുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. അക്കാദമിയിൽ സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അക്കാദമിയിലും കൂടുതൽ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.